ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് ഫ്ലാഷ്. നമുക്ക് നൊസ്റ്റാൾജി പരമായിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണ് അല്ലേ? കുറച്ച് 90s പരമായിട്ടുള്ള 80s പരമായിട്ടുള്ള സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. നമുക്കല്ല, പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് തോന്നുന്നു. അത് കളർഫുൾ ആയിട്ട് കാണുകയാണെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് കളർഫുൾ ആയിട്ട് കാണുകയാണെങ്കിൽ അത് നല്ല രസമായിട്ട് കാണുന്നത്. ഓക്കെ, 23 റിലീസായ, നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഗൺസ് ആൻഡ് ഗുലാബ്സ് എന്നൊരു സീരീസ് ഉണ്ട്. 7 എപ്പിസോഡ്സ് ഉള്ള സീരീസ് ആണ്. സ്റ്റാർ കാസ്റ്റിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ദുൽഖർ സൽമാൻ, രാജ്കുമാർ റാവ്, പിന്നെ ആദർശ് ഗൗരവ് അറിയാമായിരിക്കും, വൈറ്റ് ടൈഗേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗുൽഷൻ ദേവയ്യ അറിയാമായിരിക്കും, ഹണ്ടർ എന്നുള്ള മൂവിയിൽ കൂടെ ഇറങ്ങി. പിന്നെ ഒത്തിരി സിനിമ കാണുമ്പോൾ പുള്ളിയെ മനസ്സിലാകും. പുള്ളി വളരെ സ്ട്രോങ് ആയിട്ടുള്ള പുള്ളി തെലുങ്കാണെന്ന് തോന്നുന്നു, ഫ്രം ആന്ധ്രാപ്രദേശ് ആണെന്ന് തോന്നുന്നു. പുള്ളി സീരീസ് ആണ്. ഇതിന്റെ ഒരു ഗുലാബ് ഗഞ്ച് എന്ന് പറഞ്ഞ ഒരു ഇമാജിനറി സ്ഥലം, നമ്മുടെ ജവാൻ മുക്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, മിന്നൽ മുരളികത്തൊക്കെ കാണിക്കുന്ന ഒരു നമുക്ക് ഇമാജിനറി ആയിട്ടുള്ള ഒരു സ്ഥലം പോലെ ഗുലാബ് ഗഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടാകുകയും അവിടുത്തെ കള്ളക്കടത്ത് കാർട്ടൽ, അവിടുത്തെ ഓപ്പിയം ഡീല് പരമായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതിനകത്ത് വളരെ ടഫായിട്ടുള്ള ഒരു പോലീസുകാരന്റെ റോളാണ് ദുൽഖർ സൽമാൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. കുറച്ച് ക്രാങ്കി ആയിട്ടുള്ള മണ്ടനായിട്ടുള്ള ഒരു മെക്കാനിക്കിന്റെ പരമായിട്ട് രാജ്കുമാർ റാവു ഉണ്ട്, ഈ ആദർശ് ഉണ്ട്, ആൻഡ് വില്ലനായിട്ട് വരുന്നത്, റിയൽ ഗാങ്സ്റ്റർ ആയിട്ട് വരുന്നത്, ഒരു കില്ലറായിട്ട് വരുന്നത് ആത്മാറാം എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് കുറച്ച് രസകരമായിട്ട് പുള്ളി കുറച്ച് അന്ധവിശ്വാസമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ആത്മാറാം എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു ഹിറ്റായിരുന്നു കേട്ടോ. അതിനകത്ത് പുള്ളിയാണ് ദേവയായിരുന്നു ആ ക്യാരക്ടർ ചെയ്തിരുന്നത്. പിന്നെ ലെജൻഡറി സതീഷ് കൗശിക്കിന്റെ വൺ ഓഫ് ദ ലാസ്റ്റ് ക്യാരക്ടർ കൂടെയായിരുന്നു, വൺ ഓഫ് ദ ലാസ്റ്റ് മൂവീസ്, വൺ ഓഫ് ദ ലാസ്റ്റ് പ്രോജക്ട്സ് കൂടെയായിരുന്നു ഈ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. നോ സെൽഫോൺ ഇറയായിരുന്നു ആ സമയത്ത്. സെൽഫോൺ ഇല്ലാത്ത സമയമായിരുന്നില്ല. അപ്പം ലാൻഡ് ലൈൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിക്കുന്ന, ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ ആ വഴി മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇങ്ങനെയുള്ള ഒരു കഥ പറയാനാണെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ ഹാൻഡിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും അത് ഡയറക്ട് ചെയ്യുന്നതായിരിക്കില്ല പുതിയ. അപ്പം രാജ് ആൻഡ് ഡി കെ എന്ന് പറഞ്ഞത് രണ്ടുപേരാണ്. രാജ് ആൻഡ് ഡി കെ ആണ് ഇതിന്റെ ഡയറക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസർ. വൺ ഓഫ് ദ ഡയറക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവര്. അതായത് ദ ഫാമിലി മാൻ, ഫർസി എന്നിങ്ങനെയുള്ള സീരീസ് ഒക്കെ എടുത്തിട്ടുള്ളവരാണ് ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഗംഭീരമായിട്ട് ഇത് ഗൺസ് ആൻഡ് റോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്ക് ബാൻഡ് അറിയാമല്ലോ, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ഗൺസ് ആൻഡ് ഗുലാബ്സ് എന്ന് പറയുന്നത്. റോസിന്റെ ഹിന്ദിയാണ് ഗുലാബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വയലൻസ് ഉണ്ട്, വിച്ച് ഷോസ് ഗൺസിന്റെ സൈഡിൽ വയലൻസ്, കാർട്ടൽ, ഇത് പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരു റോസ് പോലത്തെ ഒരു സോഫ്റ്റ് സൈഡ് ഉണ്ട്, വിച്ച് ഷോസ് ഇമോഷണൽ, റൊമാൻറ്റിക്, ഫണി ആയിട്ടുള്ള, നൊസ്റ്റാൾജിക് പരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. വല്ലാത്ത കുറെ ലെയേഴ്സ് ഉള്ള ഒരു മൂവിയാണ്. എന്തുകൊണ്ടും അത് അധികം ആരും ആ മൂവിയെ കുറിച്ച് ആ സീരീസിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു അത്. ദുൽഖർ സൽമാൻ ആയാലും ശരി, രാജ്കുമാർ റാവു, എല്ലാവരും പ്രത്യേകിച്ച് ദേവയ്യ വാസ് മൈ ആത്മാറാമായിരുന്നു അതിന്റെ ഒരു കില്ലർ സെഗ്മെന്റ് എന്ന് പറയും. ആത്മാറാം ഹി ജസ്റ്റ് ടുക്ക് ദ ഹോൾ ഷോ എന്ന് ഞാൻ പറയുന്നത്. ഹി നെയിൽഡ് ഇറ്റ് കംപ്ലീറ്റ്ലി. അത്ര ഗംഭീരമായിട്ട് പുള്ളി അത് പെർഫോം ചെയ്തു. എനിക്ക് നന്നായിട്ട് എന്റർടൈൻ ചെയ്ത പടമാണ്. എല്ലാവർക്കും എന്റർടൈൻ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള, വളരെ റസ്റ്റിക് ആയിട്ടുള്ള, നമ്മുടെ 80s 90s കാര്യങ്ങൾ കാണുന്ന വളരെ റസ്റ്റിക് ആയിട്ടുള്ളൊരു നല്ല രീതിയിലുള്ള ഒരു മേക്കിംഗ് ഉള്ള ഒരു മൂവിയാണ്. സോ ഇഫ് യു ഗൈസ് ഹാവ് വാച്ച് ഇറ്റ്, ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. ഐ ഗീവ് കംപ്ലീറ്റ്ലി 4.5 out of 5 for this one. So thank you so very much for watching.